നമസ്കാരം. 91 ന്യൂസിലേക്ക് സ്വാഗതം. ഈ പാമ്പ് കടിച്ചാൽ കടിക്കുന്നിടത്തെ മാംസം ഉരുകി ഒലിക്കും. 30 മിനിറ്റിനുള്ളിൽ കടിയേൽക്കുന്ന ആൾ മരണപ്പെടും. ഗോൾഡൻ ലാൻസ് ഹെഡ് എന്നാണ് ഈ അപൂർവ ഇനം പാമ്പിന്റെ പേര്. ബ്രസീലിലെ സവോപോളോ അഥവാ സ്നേക്ക് ഐലൻഡിലാണ് അത്യുഗ്രവിഷമുള്ള ഇത്തരം പാമ്പുകൾ ഉള്ളത്. ഈ ദ്വീപിൽ അപൂർവമായി മാത്രം കാണുന്ന പാമ്പല്ല ഇത്. 110 ഏക്കർ വിസ്തീർണമുള്ള ഈ ദ്വീപിൽ എവിടെ നോക്കിയാലും ആയിരക്കണക്കിന് വിഷപ്പാമ്പുകൾ മാത്രമാണുള്ളത്. കടൽ കൊള്ളക്കാരാണ് ഈ പാമ്പുകളെ ഇവിടെ കൊണ്ടുവന്നത് എന്നൊരു കഥയുണ്ട്. എന്നാൽ 11,000 വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ ഹിമയുഗത്തിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ ഈ പാമ്പുകൾ ഇവിടെ പെട്ടുപോയതായിരുന്നെന്ന് ഗവേഷകർ പറയുന്നു. ഈ പാമ്പിനെ ഭക്ഷിക്കുന്ന മറ്റു ജീവികളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഇവയുടെ എണ്ണം ഇങ്ങനെ നാൾക്കുനാൾ പെരുകി. ദേശാടന പക്ഷികളാണ് ഈ പാമ്പിന്റെ ആഹാരം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലൈറ്റ് ഹൗസ് നിയന്ത്രിക്കാനായി കുറച്ച് ജീവനക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അവർ പോയപ്പോൾ മനുഷ്യസാധ്യം ഇല്ലാതായി മാറി ഈ ദ്വീപ്. അതായത് പാമ്പുകൾക്ക് മാത്രമായി ഒരു ദ്വീപ്. ബ്രസീൽ നാവികസേന സംരക്ഷിക്കുന്ന ഈ സ്നേക്ക് ഐലൻഡിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. പക്ഷേ കരിഞ്ചന്തയിൽ ഗോൾഡൻ ലാൻസ് ഹെഡ് പാമ്പിന് 21 ലക്ഷം രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. അതിനാൽ പാമ്പ് കള്ളക്കടത്തുകാരും കൊള്ളക്കാരും ഇവയെ പിടികൂടാനായി രഹസ്യമായി തന്ത്രപരമായി ഇവിടെ എത്തിച്ചേരുന്നു. ഇനിയും മനുഷ്യവാസം സാധ്യമല്ലാത്ത ഇത്തരം നിരവധി കണ്ടുപിടിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ നിറഞ്ഞ പല ദ്വീപുകളും ഭൂമിയിൽ ഉണ്ട് എന്നുള്ളതാണ് വിചിത്രം. സ്വർണവും വൈഡൂര്യങ്ങളും മാത്രമുള്ള ചില രഹസ്യ ദ്വീപുകൾ ഭൂമിയിൽ ഉണ്ടെന്ന് ചില കഥകൾ പറയുന്നു. എന്തായാലും വരും കാലങ്ങളിൽ ഇത്തരം ദ്വീപുകളും മാനുഷിക ശക്തിയാൽ കണ്ടുപിടിക്കപ്പെടും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.